ആറാമതായിട്ട് 53-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിന് ചുറ്റും പാളയമിറങ്ങണം. ലേവ്യർ സാക്ഷ്യനിവാസത്തിന്റെ കാര്യം നോക്കണം. അപ്പൊ ലേവ്യരുടെ അടുത്ത ഉത്തരവാദിത്വമാണ് ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധമുണ്ടാകാതിരിക്കാൻ ലേവ്യർ സാക്ഷ്യനിവാസത്തിന് ചുറ്റും പാളയമിറങ്ങണം. ഹല്ലേലൂയ. ദൈവക്രോധം ഇവരുടെ മേൽ വരാതിരിക്കുവാൻ ഇവരെന്ത് ചെയ്യും? അതിൻ്റെ ഇടുവിൽ നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു ദൈവ പൈതലിൻ്റെ പുതിയ നിയമത്തിലെ പുരോഹിത വർഗത്തിൻ്റെ ശുശ്രൂഷ എന്താണെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിന്ന് ദൈവകോപം വന്ന് ഭവിക്കാതെ വണ്ണം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, പക്ഷപാതം ചെയ്യുന്ന കൂട്ടരാണ് പുതിയ നിയമ ശുശ്രൂഷക്കാർ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പക്ഷപാതം ചെയ്യുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന കൂടുതലും നമുക്ക് വേണ്ടി തന്നെയാണ്. ദൈവവൈതലേ, അല്ല, ദൈവത്തിൻ്റെ കോപം. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ മോശയും അഹരോനും എല്ലാം ഇടിവിൽ നിന്നതുകൊണ്ട് ദൈവകോപം ശമിച്ചതായിട്ട് നമുക്ക് കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ദൈവകോപം വീഴാതിരിക്കുവാൻ ദൈവസന്നദ്ധിയിൽ കരഞ്ഞപേക്ഷിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ അവൻ്റെ കണ്ണുനീരിനെ മറികടക്കാതെ വണ്ണം, ഹല്ലേലൂയ, കനിവ് കാണിക്കുന്ന, കരുണ കാണിക്കുന്ന, കൃപ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവം കോപിച്ച എത്രയോ വിഷയങ്ങൾ നെടുമ്പാട് വീണ് കരഞ്ഞ് കാലു പിടിച്ചപ്പോൾ കരുണ കാണിച്ച ഒരു ദൈവത്തെ എനിക്കറിയാം. ഹല്ലേലൂയ. ക്ഷമിച്ചു തന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. സ്വതന്ത്ര കൃപ കാണിച്ച ഒരു ദൈവത്തെ എനിക്കറിയാം. ഇന്ന് ഞാനും നിങ്ങളും ഭൂമിയിൽ നിലനിൽക്കുന്നത് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലെ നിൽക്കുന്നതിന്റെ പിന്നിൽ ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ഹല്ലേലൂയ.